എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ എവിടേക്ക് പോകണം നമ്മളിന്ന് പോകുന്നത് ജബലലിക്കാണ്. ജബലലി ബീച്ച് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് പോകുന്നത്. ഏകദേശം അൽക്കൂസ് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ജബലലി ഫ്രീ സോണാണ്. ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഷെയ്ഖ് സയ്യിദ് റോഡാണ്, ദുബായ് അബുദാബി റോഡ്. അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിലും ഈ റൈറ്റ് സൈഡിലും ഈ ലെഫ്റ്റ് സൈഡിലും കാണുന്നതൊക്കെ ഫ്രീ സോണാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഏകദേശം ജബലലി ബീച്ചിലേക്ക് ഒരു 10 കിലോമീറ്റർ ഉള്ളത്. അപ്പൊ കുറച്ചങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് DP വേൾഡിന്റെ മുന്നിൽ പോകാം. DP വേൾഡ് ഒരു ലിബസ് കണ്ടില്ലേ? ലിബസാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ലിബസ് കണ്ടില്ലേ? ദുബായ് സ്റ്റേഷൻ. ഈ വലത്തെ സൈഡിൽ കാണുന്നതൊക്കെ DP വേൾഡിന്റെ സ്ഥലം കേട്ടോ. DP വേൾഡ് ജബലലി DP വേൾഡാണ് ഈ വലത്തെ സൈഡിൽ കാണുന്നത്. ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടല്ലേ കണ്ടെയ്നറുകളൊക്കെ അടക്കി വെച്ചിട്ടുണ്ടല്ലേ? DP വേൾഡാണ്. DP വേൾഡ് ജബലലി DP വേൾഡ്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു 5 കിലോമീറ്റർ കൂടി ഉള്ളു എവിടേക്ക് ബീച്ചിലേക്ക്. ഇത് അടുത്ത ഗേറ്റ് 8ാം നമ്പർ ഗേറ്റാണ് DP വേൾഡിന്റെ. അത് ഈ ബീച്ച് ജബലലി ബീച്ചിലേക്ക് പോകുന്ന റോട്ടിലുള്ള വഴിയിലുള്ള ഗേറ്റാണ് 8ാം നമ്പർ. അവിടെ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഗേറ്റ് 8. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഗേറ്റ് ഇല്ല. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇവിടുന്ന് 1 കിലോമീറ്ററിൻ്റെ ഉള്ളു ജബലലി ബീച്ച്. 2 വർഷങ്ങളൊക്കെ നല്ല മരങ്ങളൊക്കെ ഞാൻ അവിടെ ഫസ്റ്റാണ് ഓരോ സൈഡ് തന്നെ വെച്ചേക്കുന്നത് നമ്മുടെ നാട്ടിലെ കട്ടിക്കണ വെപ്പം. നിങ്ങളവിടെയൊക്കെ എന്താ പറയാന്ന് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു റിസോർട്ടാണ്. റിസോർട്ട് പേര് ലൈറ്റ് വ്യൂ റിസോർട്ട്. ഞങ്ങളപ്പോ ജബലലി ബീച്ചിൽ എത്തി. ഞങ്ങൾ ഇറങ്ങണമൊന്നുമില്ല, വെറുതെ ബീച്ച് കാണാൻ വേണ്ടി വരില്ല. കാരണം ഞാൻ ഈ ജബലലി ബീച്ച് വന്നിട്ടില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ജബലലി ബീച്ചിലാണ് ഇപ്പോൾ. അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. ഇന്ന് തിരക്ക് വളരെ കുറവാണ് കേട്ടോ. ഇന്ന് തിരക്ക് വളരെ കുറവാണ്. സാധാരണ ഈ സൺഡേ ഈവനിങ് സമയത്ത് ചിലപ്പോൾ തിരക്കുണ്ടാവും. സൺഡേ കൂടെ തിരക്കാറുണ്ട്. ഇവിടുത്തെ ഓഫ് സാറ്റർഡേ സൺഡേ ആണ്. ആദ്യം ഫ്രൈഡേ സാറ്റർഡേ ആണോ, അത് ചേഞ്ച് ആയി. ഇവിടെ കടലില് കുറച്ച് പില്ലറുകൾ കാണാനുണ്ട്. എന്തിനാണ് എനിക്ക് തോന്നുന്നത് ഇത്തിഹാദ് റെയിൽവേ വരാനുള്ള സംശയമുണ്ട്. അതേപോലെ ആ ദൂരെ കുറെ ട്രെയിനുകൾ കാണുന്നുണ്ട്. അത് DP വേൾഡിൻ്റെയാണ്. ക്രൗഡായതുകൊണ്ട് കുറച്ച് ക്ലിയർ കുറവാണ്. ഈ ഭാഗത്ത് ഒരുപാട് ആളുകൾ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. അവരുടെ വണ്ടികളാണ്, അവരുടെ കാരവൻ കണ്ടില്ലേ? ഒരുപാട് കൂടി ഉണ്ട്. പല രാജ്യക്കാർ GCC സെൻട്രൽ എന്ന് പറയുന്നത് അധികം വരുന്നത് ഇവിടെ ട്രാവൽ ചെയ്യുന്നത്. അവരോടൊന്ന് സ്റ്റേ ചെയ്യും. ഈ ബീച്ചാണല്ലോ, അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഹായ്, ഈ റോഡിന്റെ 2 വശങ്ങളിലും വീണ്ടും കാരവനുകൾ ഉണ്ട്. ആളുകൾ വന്നിട്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. ദുബായ് സ്റ്റേഷൻ കാരവൻ, ഷാർജ, അങ്ങനെ പല രാജ്യത്തിനുണ്ട്. പല മീൻസ് UAE. ഇത് ഷാർജ സ്റ്റേഷൻ.
അവിടെ ഒരുപാട് കാരവനുകൾ ഈ ഭാഗത്തുണ്ട്. കണ്ടില്ലേ, ആളുകള് ലോങ് സ്റ്റേക്ക് വരുന്ന അവരുടെ കാരവനാണ് ഇതൊക്കെ, ലോങ് സ്റ്റേ. അപ്പൊ ഞങ്ങൾ ഈ ബീച്ചിന്റെ ഭാഗത്ത് നിന്ന് വണ്ടി തിരിക്കാൻ പോവാണ്. ജസ്റ്റ് എൻ്റെ പ്രേക്ഷകർക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഈ വഴിക്കൊന്ന് വന്നത്. ഇവിടെ കംപ്ലീറ്റ് കാരവൻ തന്നെയാണ്, കണ്ടില്ലേ. വലിയൊരു ബസ് ഉണ്ട് കാരവൻ. അബുദാബി രജിസ്ട്രേഷൻ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ ബൈ. ബൈ.